എല്ലാവർക്കും നമസ്കാരം. അജ്മീർ ഉറൂസ് മുബാറക്. അജ്മീറിൽ ഉറൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇന്ത്യയിലേക്ക് അജ്മീർ ഹോജയെ പറഞ്ഞയക്കുന്നത്. എല്ലാവരും അംഗീകരിക്കുന്ന ഇന്ത്യയുടെ മഹാനായ സൂഫി സുൽത്താനാണ് അജ്മീർ ഹോജ. എന്തുമായിട്ടാണ് പ്രധാനമായിട്ടും ഇന്ത്യയിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെടുക്കുന്നത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അജ്മീർ ഹോജ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ പേരിനെ മഹാനാണെന്ന് പറയുന്നു, ആ പേരിനെ കൊണ്ടാടുന്നു. അതിനപ്പുറം അവർ കൊണ്ടുവന്നത് എന്താണ്? പ്രധാനമായിട്ടും അവർ എന്താണ് കൈമാറിയത്? അവരെ ലഭിക്കണമെങ്കിൽ, ഹബീബിനെ ലഭിക്കണമെങ്കിൽ, അള്ളാഹുവിനെ കരസ്ഥമാക്കാൻ അവരെന്താണ് ലോകത്തിന് കൈമാറിയത്? എന്താണ് അവർ ഇന്ത്യയിൽ വിതറിയത്? തീർച്ചയായിട്ടും സ്നേഹത്തിന്റെ ആത്മാക്കളും സ്നേഹങ്ങളും ഒക്കെ തേനിനെ പൊതിയുന്നത് പോലെ അജ്മീർ ഹോജയെ വന്നപ്പോൾ പൊതിഞ്ഞു. അവരുടെ കയ്യിലൊന്നുമില്ലായിരുന്നു, ഹൃദയത്തിലായിരുന്നു നിധി ഉണ്ടായിരുന്നത്. അവർ പ്രധാനമായിട്ട് കൊണ്ടുവന്നത് ഹൃദയത്തിൽ ദൈവിക പ്രകാശമാണ്, ദിവ്യ പ്രഭയാണ്. ഹൃദയത്തിലാണ് ദൈവത്തിന്റെ നൂറുമായിട്ടാണ് വന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈമാറിയ നൂറുമായിട്ടാണ് അവർ വന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ഹൃദയത്തിലേക്കാണ് ദൈവം നോക്കുന്നത്, അള്ളാഹു നോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ മഹാന്മാരും ഔലിയാക്കളും അമ്പിയാക്കളും ഒക്കെ വന്നിരിക്കുന്നത് അള്ളാഹുവിനെ കരസ്ഥമാക്കി തരാനാണ്. അള്ളാഹുവിനെ കരസ്ഥമാക്കണമെങ്കിൽ ആദ്യം ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ദൈവിക പ്രകാശം, അള്ളാഹുവിന്റെ നൂറ് കൈമാറണം. അതുമായിട്ടാണ് അവിടുന്ന് വന്നത് എന്ന് നമ്മൾ ഈ അവസരത്തിൽ തീർച്ചയായിട്ടും അറിയേണ്ടതാണ്. സുഹൃത്തുക്കളെ, ലോകത്ത് വന്ന എല്ലാ മുഹിയദ്ദീൻമാരും, മുഹിയദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിനെ ഹയാത്താക്കുന്നവരാണ്. ദീൻ എവിടെ നിന്നാണ് മരിച്ചു പോകുന്നത്? ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയത്തിൽ നിന്ന് ദൈവിക പ്രകാശം, ഹൃദയത്തിൽ ദിക്റില്ലാതെ ആയിരിക്കുമ്പോഴാണ് ദീൻ മരിക്കുന്നത്. നമുക്കറിയാം അബ്ദുൽ ഖാദർ ജിലാനി റളിയല്ലാഹു അൻഹു വന്നത് ഈ ദീനിനെ ഹയാത്താക്കാനാണ്. അപ്പൊ അദ്ദേഹം വന്നത് ദിക്റെ കൽബ് കൊണ്ടാണ്. കൽബിനെ ഹയാത്താക്കുന്ന നൂറ് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറിക്കൊണ്ടാണ് വന്നത്. അവിടെ നിന്നാണ് ദൈവിക യാത്ര ഒരു മനുഷ്യനിൽ തുടങ്ങുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നമ്മളിങ്ങനെ വരുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെ ഒരു സന്തോഷ വാർത്ത കൂടി ഹിന്ദിന് നൽകിയിട്ടുണ്ട്, ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദിൽ നിന്ന് എന്റെ മഹദിയുടെ പരിമളം ഞാൻ കേൾക്കുന്നു എന്ന്. എപ്പോഴാണ് മഹദി വരൽ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും മുഹിദ്ദീൻ ഷേഖ് വന്നത് ഇരുട്ടായപ്പോഴാണ്. അബ്ദുൽ ഖാദർ ജീലാനി വന്നത്, ലോകത്തുള്ള എല്ലാ മഹത്തുക്കളും വന്നത് ലോകം ഇരുട്ടിൽ ആണ്ടുപോകുമ്പോഴാണ്. എന്താണ് ഇരുട്ട്? വളരെ വ്യക്തമാണ്. ഇരുട്ട് എന്നത് ഹൃദയത്തിൽ നിന്ന് ദൈവിക പ്രകാശം ഇല്ലാതെയാകലാണ്. അതാണ് തീർച്ചയായിട്ടും ഇരുട്ട്. അപ്പോൾ ഇവിടെ ഇരുട്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ആവർത്തിച്ച് പറയുന്നതാണ്, ലോകം ആധുനികമായിട്ടൊക്കെ വികസിക്കുന്നു എങ്കിലും ഹൃദയത്തിൽ നിന്ന് നൂറില്ലാതെ ആയിരിക്കുകയാണ്. ഇവിടെ മതങ്ങളും ആത്മീയത എന്ന് പറഞ്ഞ ഒരുപാട് സരണികളും ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറുന്ന നൂറ്, യഥാർത്ഥ ആത്മീയതയുടെ തുടക്കമിട്ടുകൊണ്ട് ദൈവത്തെ കരസ്ഥമാക്കാൻ, അള്ളാഹുവിനെ കരസ്ഥമാക്കാനുള്ള യാത്ര മനുഷ്യർക്ക് നൽകുന്ന നൂറ് ഇവിടെ തീർച്ചയായിട്ടും ഇല്ലാതെയായിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇമാം മഹദി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇമാം മഹദി വന്നാൽ ആദ്യമായി ചെയ്യൽ അതാണ്. തീർച്ചയായിട്ടും ഇമാം മഹദി വന്നാൽ ഇവിടെ ആദ്യമായി ചെയ്യൽ അടഞ്ഞുകിടക്കുന്ന ഹൃദയങ്ങളെ ഉണർത്തുകയാണ് ചെയ്യൽ. തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഹിന്ദിയിൽ നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ പരിമളം വന്നിരിക്കുന്നു. സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി, ഇമാം മഹദി, ഇമാമി മുബീൻ വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പൊ ലോകത്തുള്ളത് വലിയ ഇരുട്ടാണ്. അപ്പൊ വലിയ ഒരു പ്രഭയുമായിട്ടാണ് വരല്, വലിയ പ്രകാശവുമായിട്ടാണ് വരല്. അപ്പോൾ ഇവിടെ ഇറങ്ങി വരുന്ന ദാത്ത് അത്രക്കും ഉന്നതമായിട്ടുള്ള ദാത്തായിരിക്കും. തീർച്ചയായിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വാർത്ത അറിയിച്ച, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാത്തിരുന്ന, അജ്മീർ ഹോജ കാത്തിരുന്ന, ലോകത്തുള്ള എല്ലാ ഔലിയാക്കളും അമ്പിയാക്കളും കാത്തിരുന്ന ആ മഹാദാത്ത് ഭൂമിയിൽ ഇറങ്ങി വന്നുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തെ ഹയാത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ നൂറ് പ്രവേശിപ്പിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ, ബാത്തിനിയായിട്ട് അജ്മീർ ഹോജയും മറ്റുള്ള ഔലിയാക്കളും അമ്പിയാക്കളും എല്ലാം അവിടത്തേക്ക് മർഹബ പാടുന്നു, ഗോഹർ ഷാഹി മർഹബ പാടുന്നു. തീർച്ചയായിട്ടും ഇതിനൊക്കെ അപ്പുറം, നിലവിലുള്ള ആത്മീയതക്കും അപ്പുറം മഹാ ഇഷ്കുമായിട്ട്, ഇഷ്കിന്റെ ദീനുമായിട്ട് മഹാദാത്ത് ഇറങ്ങി വന്നിരിക്കുന്നു എന്നുള്ള സത്യം നിങ്ങൾ അറിയുക. കണ്ണുള്ളവർ, യഥാർത്ഥ കണ്ണുള്ളവർ അവിടുത്തെ കാണുന്നു. മഹാപ്രണയത്തിന്റെ, സ്നേഹത്തിന്റെ ഗോളം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാൽ തീർച്ചയായിട്ടും ഹൃദയത്തിൽ അല്പം സ്നേഹം ബാക്കിയുള്ളവർ, ഉള്ളിൽ അല്പം അംശം ബാക്കിയുള്ളവർ തീർച്ചയായിട്ടും അവിടത്തേക്ക് ആകർഷിക്കുമെന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രതിനിധി സയ്യിദ് യൂനുസ് അൽ ഗോഹർ, മഹദിയുടെ അലിയാർ സയ്യിദ് യൂനുസ് അൽ ഗോഹർ അൾട്രാ TV എന്നുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിലിരുന്ന് ലോകത്തോട് സംസാരിക്കുന്നു. ലോകത്തിന് ഈ ദിവ്യപ്രഭ, സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയുടെ, ഇമാം മഹദിയുടെ ദിവ്യപ്രഭ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിച്ചു നോക്കാവുന്നതാണ്. അൾട്രാ TV എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടു നോക്കാം. ഇത് നിങ്ങൾ അതിന്റെ ആത്മാവാണെങ്കിൽ തീർച്ചയായിട്ടും അതിനോട് ആകർഷണം തോന്നും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അൾട്രാ TV തന്നെ എഴുതി കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ വിളിച്ചുകൊണ്ട് ദിക്റെ കൽബ് കരസ്ഥമാക്കാവുന്നതാണ്. അതുപോലെ ഹിജാസത്ത് നൽകിയവരിൽ നിന്നും കരസ്ഥമാക്കാവുന്നതാണ്. എവിടെ നിന്ന് കരസ്ഥമാക്കിയാലും അത് നൽകുന്നത് ഇമാമി മുബീൻ
സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയാണ്. അതേ, ലോകത്ത് ജാതി മത ദേശ വ്യത്യാസമില്ലാതെ മനുഷ്യരുടെ ഹൃദയങ്ങൾ ഒരുക്കിക്കൊണ്ട് അതിനപ്പുറമുള്ള മഹാ ഒരുക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നടക്കുന്നത് നിങ്ങളുമായിട്ടുള്ള, നിങ്ങളുടെ ആത്മാവുമായിട്ടാണ് സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി കണക്ഷൻ ചെയ്യുന്നത്, ഈ ദിവ്യപ്രഭ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൈമാറുന്നതിലൂടെ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിലവിലുള്ള മതങ്ങൾക്കും നിലവിലുള്ള തെരീക്കത്തുകൾക്കും അപ്പുറമുള്ളതാണ്. കാരണം മഹാദാത്ത് തന്നെ ഭൂമിയിൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത ഈ അജ്മീർ ഉറൂസിന്റെ സമയത്ത് അറിയിക്കുകയാണ്.